ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ സ്കൂളിൻ്റെ ഹോസ്റ്റലിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിപ്പം പുറത്തൊരു റൂം ശരിയാക്കിയിട്ടുണ്ട്, അക്കോമഡേഷൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 5:30 ആകുമ്പോഴത്തേക്ക് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കുറേ സംഭവങ്ങൾ കട്ടിലയിലൊക്കെ ഉണ്ട്, പിന്നെ കബോർഡിലുള്ളതുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിശാലിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഇവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ, പിന്നെ കുറച്ച് തുണി കഴുകിയിട്ടത് അവിടെയുണ്ട്. അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകാൻ. അപ്പം എല്ലാം പാക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരുമാതിരി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതേ ഈ ചെറിയ ബാഗിനകത്ത്, പിന്നെ എൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി തുണികൾ, നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ട്രോളി ബാഗ് സിബും കൂടെ ഇടണം, പിന്നെ ഇടാനുള്ള ചെരുപ്പ്, പിന്നെ നമ്മുടെ കുപ്പിയും വെള്ളം, അതും കൂടെ ഉള്ളു. ബാക്കി പിന്നെ നമ്മുടെ വേസ്റ്റ് എല്ലാം കൂടെ ഒരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കണം. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയാണ്, സെറ്റാണ്. നമുക്കിനി വണ്ടി ഒന്ന് പോയാൽ മാത്രം മതി. നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇവിടെയും പാക്ക് ചെയ്തു, താഴെയെല്ലാം പാക്ക് ചെയ്തു, എല്ലാം റെഡിയാണ്. ബട്ട് ഇതുവരെ റൂം ശരിയായിട്ടില്ല. നോക്കാം. ഉണ്ടോ, രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ നേരത്തെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് വന്ന് കഴിക്കുന്ന നമ്മുടെ ഷാരൂൺ സാർ. അപ്പോൾ നമ്മൾ ദേ അവിടെ സുജിത് സാറുണ്ട്. കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുക കേട്ടോ. സോ എല്ലാവരും ഓരോരോ ബാഗൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ദേ സുജിത് സാറിൻ്റെ ബാഗ്. ദേ അങ്ങ് ബസ് കിടപ്പുണ്ട്. അപ്പം ബസ് ഇങ്ങോട്ട് വരും. ബസ്സിനകത്തെല്ലാം കയറ്റി വെച്ചിട്ട് നമുക്ക് പോകാം. സോ നമുക്ക് ഉള്ള ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഷാരൂൺ സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കോർഡിനേറ്ററിനെ നോക്ക്, കോർഡിനേറ്റർ ഓൾറെഡി കയറിയാനത്ത് ഒരു സ്ഥലം പിടിച്ചു. എന്നാൽ ഞങ്ങളുടെ ബാഗൊന്ന് എടുത്ത് വെക്കാം. സാറും കയറി. ദിവ്യ മിസ്സിൻ്റെയും മീനു മിസ്സിൻ്റെയും ലഗേജുകളാണ്. ഒരു പാടുണ്ട്. സോ അവരും ലഗേജ് കൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറുന്നു. ഓൾറെഡി 8:45. ബസ്സിനകത്ത് സ്ഥലമില്ല. നമ്മുടെ പറക്കും തളികയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് നിറച്ചും സാധനങ്ങൾ, നമുക്കുള്ള ടേബിൾസ്, പിന്നെ ചെയർ, പിന്നെ എല്ലാവരുടെയും ലഗേജ്. ഇവിടെയും അവിടെയും എല്ലാ ലഗേജുകൾ മാത്രം. പറക്കും തളികയിൽ എല്ലാവരും കയറി കഴിഞ്ഞിട്ടുണ്ട്. പോകാം. സാറും പറയൂ ഹായ്. പോകാം. ഇതനങ്ങിയാൽ അപ്പം താഴെ വീഴുന്ന വണ്ടിയിൽ വെള്ളം. കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു. ബെഡൊക്കെ ഉണ്ടോ അവിടെ? അറിയില്ല, ഒന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ തിരിച്ചുവരാം. നമ്മുടെ സുജിത് സാറിൻ്റെ റൂമാണ്. ലൈറ്റ് വെട്ടമില്ല കേട്ടോ. എവിടെയാണ് ലൈറ്റ്? സോ ദർ ഇസ് നോ ലൈറ്റ്. മൊത്തം വെള്ളമാണ് കേട്ടോ തറയിലൊക്കെ. കളിക്കട്ടെ, എൻ്റെ ഫോണിലും വെട്ടമില്ല. സോ വലതുകാലം വെച്ച് കയറിക്കോ, വലതുകാലം വെച്ച് കയറിക്കോ. വലതുകാലം വെക്കാം. വെരി ഗുഡ്. അപ്പോൾ കയറി നോക്കട്ടെ. സോ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കാനുണ്ട്. അപ്പോൾ ഏതായിട്ട് റെഡ് ബാഗ്, लाल कलर एक बैग। हाँ वो रिटर्न गाड़ी रिटर्न आता है। हाँ 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 उस समय हाँ
നീനു മാമൻ്റെയും പോരട്ടെ അവർ രണ്ടുപേരുടെയും സാധനം പറക്കി വെച്ചിട്ട് കുറേ ഉണ്ട്. ഇതേ ഒരു കോമൺ ബാത്റൂമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ചെറിയ റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു ഇച്ചിരി വലിയ റൂമുണ്ട്, കുറച്ച് കബോർഡൊക്കെ ഉള്ളതാണ്. പിന്നെ കിച്ചൺ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ. ലൈറ്റ് ഇട്ടാൽ കാണാമായിരിക്കും, ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ. ഇവർ 2 മാട്രസസ് ഒക്കെ തന്നിട്ടുണ്ട്, പിന്നെ 2 കബോർഡ് പോലത്തെ സംഭവം, പിന്നെ 2 ചെയർ. സോ മറ്റേ ആർട്സ് ടീച്ചറല്ലേ, ടീച്ചറിന് ഇവരുടെ അടുത്ത് തന്നെയാണ് റൂം കിട്ടിയത്. അപ്പം തോന്നുന്നു അവരുണ്ട്, ഇവർ അവിടെ ഉണ്ട്. അപ്പോൾ 9:45 നമ്മളെത്തി. നമ്മുടെ ലഗേജൊക്കെ പറക്കി വെച്ചു. 3 ബക്കറ്റും ഒരു കബോർഡ് കൊണ്ടുവന്നു. ബാക്കിയുള്ള കബോർഡുകൾ ഓൺ ദ വേ ആണ്. ഇവിടെ ഫുള്ള് മഴവെള്ളം. സാർ ഇത് വീണ്ടും വെള്ളത്തിൽ കളിക്കാം, വെള്ളത്തിൽ കളിക്കേണ്ടവർക്ക് വെള്ളത്തിൽ കളിക്കാം. ഇഷ്ടം പോലെ വെള്ളം. ആൾക്കാർ നമ്മൾ വലിയ സ്കൂളിൽ വന്നിട്ട് കിച്ചൺ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഒരാഴ്ച കൊണ്ട് അവർ വൃത്തിയാക്കിയെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ടോയ്ലറ്റ് വലിയ ഭംഗിയൊന്നുമില്ല, എല്ലാം ലീക്കാണ്. എവിടെ ക്ലീൻ അല്ല. പിന്നെ ഇൻവെർട്ടർ കണക്റ്റഡ് അല്ല. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ കേരള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇതിനകത്ത്. ആകെ നമ്മുടെ ഇവിടെ വർക്കാവുന്നത് ഒരു ഫ്രിഡ്ജ് മാത്രമുണ്ട്. ഇത് നമുക്കല്ല, നമ്മുടെ കോർഡിനേറ്ററിനാണ് കേട്ടോ. അപ്പോൾ മറ്റേ മൂഞ്ചി എന്നുള്ള പാട്ടിടാൻ തോന്നുന്നുണ്ട്. ഈ സംഭവം മുഴുവനും പറക്കി വീണ്ടും ആ ബസ്സിനകത്തേക്ക് കയറണം, കാരണം ഇവിടെ വെള്ളമില്ല. സോ നമ്മൾ വെച്ച സാധനം മൊത്തം അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വരണം, എങ്കിലേ പറ്റുള്ളൂ. ഇവിടെ വെള്ളമില്ല. അങ്ങനെ കുറേ നേരത്തെ ഓട്ടത്തിനൊടുവിൽ നമുക്കെന്നല്ല സുജിത് സാറിന് കിട്ടിയ റൂം. അപ്പോൾ ഇത് കുറച്ചും കൂടെ വൃത്തിയുണ്ട്. നമ്മൾ മുമ്പേ കണ്ട ഇതുമായിട്ട് കുറച്ചും കൂടെ വൃത്തിയുള്ള ഇതാണത്. അത് റൂമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം ഉണ്ടല്ലോ. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂമുണ്ട് ഇതിനകത്ത്. ചെറിയ സാർ എല്ലായിടത്തും പോയി വെള്ളം വരുന്നത് അല്ല. ഇത് മറ്റേനെക്കാട്ടും വൃത്തിയില്ലേ മറ്റേ. അങ്ങനെ കുറേ നേരത്തെ ഓട്ടത്തിൻ്റെ ഒക്കെ ഒടുവിൽ നമുക്ക് ഇപ്പോൾ റൂമിലേക്ക് നമ്മളെ കൊണ്ടിരുത്തിയിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ പെർമനൻറ്റ് റൂമൊന്നും അല്ല. ഇവർ നമുക്ക് അടുത്ത ദിവസം വേറെ റൂം തരും, നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം തൽക്കാലത്തേക്ക് നമ്മൾ 3 പേരുടെ ഈ റൂമിലാണ്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല. നാളെ കാണാം.